വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പ് ശ്രമം തുടങ്ങുന്നു. ജനവാസ മേഖലയ്ക്ക് സമീപം കടുവയെ കണ്ട സ്ഥലത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. ഗ്രാമ്പി വെടിക്കുഴിയിലാണ് കഴിഞ്ഞ 2 ദിവസമായി പ്രദേശവാസികൾ കടുവയെ കണ്ടത്. കടുവ കൂട്ടിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും എരുമേലി റേഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കടുവ കൂട്ടിൽ അകപ്പെടുമെന്നായിരുന്നു വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഇതുണ്ടാകാതെ വന്നതോടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷണം ആരംഭിച്ചത്. എന്നാൽ കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് ഇനിയുമായിട്ടില്ല. സ്കൂളും വീടുകളും ഉള്ളതിനാൽ പ്രദേശത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. കാലിന് പരിക്കുള്ളതിനാൽ കടുവ അധിക ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ പറഞ്ഞു. ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു റോഡും ആ സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വേറെ റൂട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം കടുവ കൊടുക്കുന്നവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇന്നലെ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വഴി അവരെല്ലാം സഹകരിക്കുന്നു. തോട്ടത്തിലുള്ള അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവർ വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ പോലും ഈ ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോംബ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. കടുവ കയറിപ്പോയ കാടിനുള്ളിൽ ഇറങ്ങി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്ന് കടുവയുടെ കാൽപ്പാടുകളും മറ്റും ലഭിച്ചിട്ടുണ്ട്. കടുവ കയറിപ്പോകാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും പരിശോധന നടത്താനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 30ഓളം വനപാലകരും വെറ്റിനറി സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നിരീക്ഷണം നടത്തുന്നത്. രാത്രികാലങ്ങളിലും പുലർച്ചെയും ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.